പീസ് ആൻഡ് ജോയ്. അസിസിയിലെ ഫ്രാൻസിസും കൂട്ടുകാരും റിവോട്ടോട്ടോയിൽ താമസിച്ച് സന്യാസ ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിക്കുന്നത് പോലെ വലിയ ആത്മീയ പുരോഗതി പ്രാപിച്ചത് നമ്മൾ കണ്ടു. എങ്കിലും അവിടെ അവരുടെ ജീവിതം ആനന്ദപ്രദമായിരുന്നുവെങ്കിലും അവർക്ക് വളരെ നാൾ അവിടെ തുടരാനായിട്ട് സാധിച്ചില്ല. ഒരു ദിവസം വിചിത്രമായൊരു സംഭവം നടക്കുകയാണ്. ഒരു കർഷകൻ തൻ്റെ കഴുതയുമായിട്ട് അവിടെ വന്നു. എന്നിട്ട് കഴുതയോട് ആ കർഷകൻ പറയുകയാണ്, നിനക്ക് വസിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം ഇത് തന്നെയാണ്. എന്നിട്ട് കഴുത അതിൻ്റെ ഉള്ളിലേക്ക് വലിച്ചു കയറ്റാൻ നോക്കി. കഴുത അതിൻ്റെ ഉള്ളിൽ കയറിയില്ല. കാരണം ഫ്രാൻസിസും സഹോദരന്മാരും അതിനുള്ളിൽ തന്നെ തിങ്ങി ഞെരുങ്ങി കഴിയുന്നുണ്ടായിരുന്നു. എന്നാൽ അദ്ദേഹം പുറത്തിറങ്ങി ആ കഴുതയെ ഉള്ളിലേക്ക് കർഷകൻ ശക്തമായിട്ട് തള്ളുകയാണ്. അങ്ങനെ കഴുത അതിനുള്ളിൽ പ്രവേശിച്ചപ്പോൾ കഴുതയോട് ഈ കർഷകൻ പറഞ്ഞു, നിനക്ക് ഏറ്റവും വസിക്കാൻ പറ്റിയ സ്ഥലം ഇതാണ്, അതുകൊണ്ട് നീ ഇവിടെ തന്നെ ഇന്ന് കഴിയുക, ഇത് നിന്റെ സ്ഥലമാണ്. ഫ്രാൻസിസിനും സഹോദരന്മാർക്കും വലിയ വിഷമം തോന്നി. അവർ ആത്മീയമായിട്ട് വലിയ പുരോഗതി പ്രാപിച്ച സന്യാസ ജീവിതത്തിൻ്റെ ബാലപാഠങ്ങൾ അഭ്യസിച്ച ഒരിടം പോലെ അവർക്ക് തോന്നിയ ഈ സ്ഥലം ഒരിക്കൽ പോലും ഇനി തങ്ങളുടേതല്ല എന്ന് അവർ തിരിച്ചറിയുകയാണ്. എങ്കിലും അവർക്ക് കർഷകനോട് വെറുപ്പൊന്നും തോന്നിയില്ല. ഫ്രാൻസിസ് തൻ്റെ സഹോദരന്മാരോട് പറഞ്ഞു, നമ്മൾ കഴുതയെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ടല്ലല്ലോ നമ്മൾ ഇങ്ങോട്ട് വന്നത്, നമുക്ക് ഈ സ്ഥലം വിട്ടു പോകാം, ഇത് അവരെടുക്കട്ടെ. അവർ ഒരു പരിഭവം കൂടാതെ പുറത്തേക്ക് ഇറങ്ങി നടക്കുകയാണ്. ഫ്രാൻസിസിനെ ഈശോ വളരെ വിചിത്രമായ ചില രീതിയിലാണ് ഓരോ കാര്യങ്ങളും പഠിപ്പിച്ചത്. സന്യാസ ജീവിതം അത് സമൂഹ ജീവിതമായിട്ട് മാറുമ്പോൾ അതിനൊരു അടുക്കും ചിട്ടയും വേണമെന്നും അവിടെ ദാരിദ്ര്യവും ദൈവപരിപാലനയും എല്ലാം ആശ്രയിക്കുമ്പോഴും ഏറ്റവും പരിമിതമായ ചില സാഹചര്യങ്ങളിലെങ്കിലും ആ സന്യാസ ജീവിതത്തിൻ്റെ സ്വസ്ഥത അവിടെ അനുഷ്ഠിക്കപ്പെടണം. ഇല്ലെങ്കിൽ വാർദ്ധക്യത്തിലെത്തുന്ന സഹോദരന്മാർ എവിടെയാണ് വസിക്കുക? സ്ഥിരമായിട്ടൊരു സ്ഥലമില്ലെങ്കിൽ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ആ സന്യാസ സഹോദരന്മാർ അവരുടെ ജീവിതം വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകും. അവർ മൃഗീയമായിട്ട് ചിലപ്പോൾ തങ്ങളുടെ ജീവിതം അവസാനിപ്പിക്കേണ്ടതായിട്ട് വരുന്നു. അത് മുൻകൂട്ടി കണ്ട ദൈവം ഒരുപക്ഷെ ഫ്രാൻസിസിനെ ഈ തത്വമായിരിക്കും പഠിപ്പിച്ചത്. സന്യാസ ജീവിതമാകുമ്പോൾ അതിന് ചില ദാരിദ്ര്യവും പരിമിതമായ സാഹചര്യങ്ങളാണെങ്കിലും അതിന് ചില ചിട്ടയും ക്രമങ്ങളും ഒക്കെ ആവശ്യമാണ്. ഫ്രാൻസിസ് അത് മനസ്സിലാക്കിയ ഉടനെ ഗീതോ മെത്രാൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചു, ഞങ്ങൾക്ക് ഏതെങ്കിലും ഉപേക്ഷിക്കപ്പെട്ട ഒരു ദേവാലയം ഞങ്ങൾക്ക് തരാമോ? ഗീതോ മെത്രാൻ അത് കേട്ടതായിട്ട് പോലും ഭാവിച്ചില്ല എന്നാണ് പറയുക. അത്രമാത്രം ഫ്രാൻസിസിനെ സ്നേഹിച്ചിരുന്ന ആ മെത്രാൻ ഇൻഡിഫറൻ്റായി. ആ മെത്രാൻ നിസ്സംഗനായിട്ട് അങ്ങനെ നിന്നെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എന്തോ ഒരു വലിയ കാര്യം ദൈവം ഒരുക്കുന്നുണ്ട്. വീണ്ടും അനേകം സന്യാസ ഭവനങ്ങളിൽ ചെന്നിട്ട് ഫ്രാൻസിസ് ചോദിച്ചു, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു സൗകര്യം നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുമോ? പലരും പറഞ്ഞു, ഇടവക ദേവാലയത്തിലെ വൈദികർ പോലും അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കുകയല്ലേ, നിങ്ങളുടെ ആ ശുശ്രൂഷ വളരെ നല്ലതാണ്, നിങ്ങൾ അവരുടെ കൂടെ പോയി താമസിക്കുക. ഫ്രാൻസിസ് പറഞ്ഞു, എനിക്ക് കുഷ്ഠരോഗികളുടെ കൂടെ താമസിക്കാൻ മടിയായിട്ടല്ല, പക്ഷെ ഞങ്ങൾക്കൊരു ചിട്ടയായ ഒരു സന്യാസ ജീവിതം ഞങ്ങൾ പരിശീലിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവർ നോക്കി ചിരിച്ചതല്ലാതെ മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പോൾ ഫ്രാൻസിസിന് സുബാസിയോ മലനിരകളിൽ വസിച്ചിരുന്ന ബെനഡിക്റ്റൈൻ സന്യാസ ആശ്രമത്തെക്കുറിച്ച് ഓർമ്മ വന്നു. ഫ്രാൻസിസ് ആ സുബാസിയോ മലയിലെ ആ ബെനഡിക്റ്റൈൻ മോണസ്ട്രിയിൽ ആ വലിയ സന്യാസാശ്രമത്തിൽ ചെന്നു. ആ ആബട്ടിനെ ചെന്നിട്ട് വിവരം അറിയിച്ചു, ഞങ്ങൾക്ക് താമസിക്കാനായിട്ടൊരിടം തരാമോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ സന്യാസ ജീവിതം എനിക്ക് ദൈവം തന്ന സഹോദരങ്ങളോടൊപ്പം ജീവിക്കാൻ ഒരു സ്ഥലം തരാമോ? ആ ആബട്ട് വലിയ വേദനയോടെ ഓർമ്മിക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. പണ്ട് ഫ്രാൻസിസ് അവരുടെ ആശ്രമത്തിൽ ഒരു അടുക്കളയിൽ ജോലി ചെയ്യുന്ന അവസ്ഥയിൽ വന്നു ചേർന്നപ്പോൾ വേണ്ട രീതിയിൽ ഫ്രാൻസിസിനെ പരിഗണിച്ചില്ല എന്ന് ആ സന്യാസ ആശ്രമ ശ്രേഷ്ഠൻ ഓർമ്മിക്കുകയാണ്. ആബട്ട് ഇത് തന്നെ ദൈവം എനിക്ക് തന്ന അവസരമായിട്ട് കരുതിക്കൊണ്ട് ഫ്രാൻസിസിനോട് പറഞ്ഞു, നിങ്ങൾ പോർസിയങ്ങളെ പുനരുദ്ധരിച്ചല്ലോ, അത് നിങ്ങൾ എടുത്തുകൊള്ളുക. വലിയ സന്തോഷത്തോടെ പോർസിയങ്ങളയിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോയിട്ട് പറയുക, ഇത് നിങ്ങളുടെ ഭവനമാണ്, ഞങ്ങൾക്ക് ഒരേ ഒരു അപേക്ഷയേ ഉള്ളൂ, ഇത് മാലാഹമാരുടെ രാജ്ഞിയുടെ ദേവാലയം എന്നറിയപ്പെടുന്ന വളരെ പ്രത്യേകതയുള്ളൊരു ദേവാലയമാണ്, പക്ഷെ ഞങ്ങൾ പണ്ടേ ഇത് ഉപേക്ഷിച്ച് പോയതാണ്, നിങ്ങളാണ് ഇത് പുനരുദ്ധരിച്ചത്, നിങ്ങളിത് സ്വീകരിക്കണം. ഫ്രാൻസിസ് പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് ആവശ്യമില്ല, ഇത്ര മനോഹരമായ ദേവാലയം, ഇത്ര ശക്തമായൊരു ദേവാലയം ഞങ്ങൾക്ക് ആവശ്യമില്ല, ഞങ്ങൾക്ക് ഏതെങ്കിലും ഉപേക്ഷിക്കപ്പെട്ട ഒരു ദേവാലയം അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഭവനം തന്നാൽ മതി, ഒരുമിച്ച് പ്രാർത്ഥിക്കാനും ഒരുമിച്ച് കൂടാനും മാത്രം. ആബട്ട് പറഞ്ഞു, അത് പറ്റത്തില്ല, ഞാൻ ഇങ്ങനൊരു അവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു, ഇത് നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കുക, ഞങ്ങൾക്കിത് ആവശ്യമില്ല, ഞങ്ങളിത് പണ്ടേ തന്നെ ഉപേക്ഷിച്ചതാണ്, നിങ്ങളിത് പുനരുദ്ധരിച്ചതിൽ ദൈവത്തിന് എന്തോ പദ്ധതിയുണ്ട്, ഇത് വളരെ മനോഹരമായൊരു ഭവനമാണ്, അതുകൊണ്ട് തന്നെ ഇത് ചെറുതെങ്കിലും മനോഹരമാണ്, ഇതിന് വളരെ പ്രാധാന്യമുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ ഒരു ചെറിയ അപേക്ഷ നിങ്ങൾ സ്വീകരിക്കണം, ഇത് നിങ്ങളുടെ മാതൃഭവനമായിട്ട് സ്വീകരിക്കണം, ഒരിക്കലും നിങ്ങൾ ഇവിടെ നിന്ന് താമസം മാറരുത്, ഇത് എന്നും നിങ്ങളുടെ കൈവശം ഇരിക്കണം. ഫ്രാൻസിസ് പറഞ്ഞു, ഇത്
ദൈവം തന്ന വലിയ സന്തോഷവും വലിയ സമ്മാനവുമാണ്. ഞങ്ങൾക്ക് ഈ ഭവനം സ്വീകരിക്കാനുള്ള യോഗ്യത ഒന്നുമില്ല. എങ്കിലും ഞങ്ങൾ അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇത് ഞങ്ങളുടെ മാതൃഭവനമായിട്ട് സ്വീകരിക്കാം. പക്ഷെ ഒരിക്കലും ഞങ്ങൾക്കിത് സ്വന്തമായിട്ട് വേണ്ട. ഇതിൻ്റെ അവകാശം എന്നും ഈ ബെനഡിക്റ്റൈൻ ആബട്ട് ഇത് കൈവശം വയ്ക്കണം. ആബട്ട് പറഞ്ഞു, ഇല്ല, ഞാനിത് സന്തോഷത്തോടു കൂടി നിങ്ങൾക്ക് തരുന്നതാണ്. അവിടെ ഒരാളുടെ സ്നേഹപൂർവ്വമായിട്ടുള്ള ത്യാഗവും മറ്റൊരാളുടെ ഔദാര്യവും ദാരിദ്ര്യബോധവും ഒക്കെ കണ്ട് സ്വർഗം സന്തോഷിച്ചിരിക്കണമെന്നാണ് പല പുസ്തകങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുക. അത് സത്യമാണ്. കാരണം അവരങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയാണ്. ഒരാൾ പുണ്യപരിപൂർണതയ്ക്ക് വേണ്ടിയിട്ട് നോക്കുന്നു, ഒരാൾ പരിഹാര ചൈതന്യത്തോടു കൂടി പ്രവർത്തിക്കുന്നു. അങ്ങനെ ആ വലിയ സന്തോഷത്തോടു കൂടി ഫ്രാൻസിസ് ആ ഭവനം തൻ്റെ മാതൃഭവനമായിട്ട്, സന്യാസ സഭയുടെ മാതൃഭവനമായിട്ട് സ്വീകരിക്കുകയാണ്. ഇന്നും അത് വളരെ മനോഹരമായിട്ട് ഒരു വലിയ തിരിശേഷിപ്പ് പോലെ ഒരു വലിയ ബസിലിക്കയ്ക്കുള്ളിൽ ആ ഭവനം സംരക്ഷിക്കപ്പെടുന്നുണ്ടെന്ന് നമുക്കറിയാമല്ലോ. എന്നാൽ അവിടെയാണ് പിന്നീട് പോർച്ചുഗൽ ദണ്ഡവിമോചനവും അതുപോലെയുള്ള മഹത്തായ കാര്യങ്ങളൊക്കെ സ്വർഗം വെളിപ്പെടുത്തിയതും അനുവാദം തന്നതും എന്നൊക്കെ നമുക്കറിയാം. ഫ്രാൻസിസ് പറഞ്ഞു, ഈ മനോഹരമായ ഭവനം ഒരിക്കലും ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വേണ്ട. എല്ലാ വർഷവും ഞങ്ങൾ ഒരു കൂട മീൻ ഇതിന് വാടകയായിട്ട് അങ്ങേക്ക് തന്നുകൊള്ളാം. ആ ആബട്ട് ചിരിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. ഓരോ വർഷവും അടുത്തുള്ള തോടുകളിൽ നിന്നും പുഴകളിൽ നിന്നും ഒക്കെ പിടിക്കുന്ന ഒരു കട്ട മത്സ്യം ഈ സുബാസിയോ മലനിരയിലെ ആബട്ടിന് അവർ വാടകയായിട്ട് കൊടുത്തുകൊണ്ടിരുന്നു. ഒന്നും ഈ ഭൂമിയിൽ സ്വന്തമായിട്ട് വേണ്ട, അപരിചിതനും തീർത്ഥാടകനുമാണ് ഞാനെന്ന് വിശ്വസിച്ച ഫ്രാൻസിസിൻ്റെ ശൈലി സ്വർഗം അംഗീകരിച്ചു. ഇന്നും അത് ഫ്രാൻസിസ്കൻ സഭയുടെ ഭവനമായിട്ട്, മാതൃഭവനമായിട്ട് നിലനിൽക്കുക. പ്രിയമുള്ളവരൊന്ന് ചിന്തിച്ച് നോക്കുക. ഒരു കാലത്ത് അവഹേളനമായിട്ട് മാറി, ആ അവഹേളനമായിട്ട് മാറിയ ആ കാര്യം പോലും തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായിട്ട് പരിണമിപ്പിക്കുക. റിവോട്ടോട്ടോയിലെ സന്തോഷത്തിലും സമാധാനത്തിലും കഴിഞ്ഞിരുന്ന കൊച്ചു സഹോദരന്മാർ ഒരു കഴുത മൂലം അതിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങേണ്ടി വന്നുവെങ്കിൽ അത് വലിയൊരു അനുഗ്രഹത്തിലേക്കുള്ള വഴിതിരിച്ചുവിടലായിരുന്നു. നമ്മുടെ മുമ്പിൽ അടയ്ക്കപ്പെടുന്ന വാതിലുകളൊക്കെ നമുക്ക് വേണ്ടി ദൈവം തുറന്നിട്ടിരിക്കുന്നതിലേക്ക് നമ്മളെ നയിക്കുകയല്ലേ. കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കാം. അവിടുത്തെ പരിപാലനയിൽ നമുക്ക് ഉറച്ചു വിശ്വസിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.